ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഒരു പൊട്ടിത്തെറിയോട് കൂടിയിട്ടാണ്. പണി വരുന്നുണ്ടാവറാച്ച എന്നുള്ള സൂചന നൽകിയിട്ട് പൊട്ടിത്തെറിച്ചത് നമ്മുടെ അടീനിയത്തിൻ്റെ വിത്തുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കണ്ണ് എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അത് തന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കിയതിൻ്റെ അനന്തരഫലമാണ് പൊട്ടിത്തെറി. പിന്നെ നമ്മുടെ വെള്ളമൊക്കെ നല്ല ക്ലിയറായി, മീനൊക്കെ നല്ല ഫ്രഷായി, നല്ല തെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാന്റ്സൊക്കെ ശരിയായ രീതിയിൽ വളരണം എന്നുണ്ടെങ്കിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് മാത്രമല്ല, ഒരു 18 സെക്കൻഡറി മൂലകങ്ങളും പിന്നെ പേരറിയണതും അറിയാത്തതായിട്ടുള്ള ധാരാളം മൂലകങ്ങളും അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി അവർക്ക് കിട്ടിയാൽ മാത്രമല്ല, നമ്മുടെ മൈക്രോബ് എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ, അവരുടെ വളർച്ചയും കൂടിയും നമ്മുടെ ഗ്രോ ബാഗിലും പറമ്പിലൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ മണ്ണ് ഫലഭൂയിഷ്ടമായിട്ട് വരികയും ചെടികൾക്ക് എല്ലാ മൂലകങ്ങളും കിട്ടി അവർ ശരിയായ രീതിയിൽ വളരുകയും ചെയ്യുള്ളൂ. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ മൂലകങ്ങളൊക്കെ കിട്ടി ചെടി വളരും എന്നുണ്ടെങ്കിലും മണ്ണിനെ മെച്ചപ്പെടുത്തേ അല്ലെങ്കിൽ മണ്ണിൽ കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗം കുറയ്ക്കാനോ നമുക്ക് പറ്റില്ല. ഓരോ പ്രാവശ്യവും നമ്മളത് ഇട്ട് കൊടുക്കേണ്ട അളവ് കൂടിയാണ് വരിക. നമ്മുടെ പൈസയും പോക്കറ്റും കാലിയാവണതും നമ്മളറിയില്ല. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസറും ഓർഗാനിക് ഫെർട്ടിലൈസറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരണത് അവിടെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലോങ് വീഡിയോയിൽ അവ തമ്മിലുള്ളൊരു കമ്പാരിസണും ഒരു പുതിയ പച്ചിലവളവും നമുക്ക് പരിചയപ്പെടാം കേട്ടോ.